ഹായ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ SEMനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അതുപോലെ എങ്ങനെയാണ് ഒരു ക്യാമ്പയിൻ റൺ ചെയ്യേണ്ടത്, പിന്നെ അതിൽ എത്ര ക്യാമ്പയിൻസ് ഉണ്ട്, പിന്നെ അതുപോലെ നമ്മൾ സെർച്ച് എന്താണെന്നുള്ളത് അല്ലേ, സെർച്ച് ചെയ്തിട്ടുള്ള ക്യാമ്പയിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അത് റൺ ചെയ്യുന്ന അടുത്ത് വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, പൈസ ആഡ് ചെയ്തിട്ട് ഒന്ന് റൺ ചെയ്ത് നോക്കുക. ചെറിയ പൈസ ഒക്കെ ആഡ് ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് റൺ ചെയ്യുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ക്യാമ്പയിനെ കുറിച്ചാണ്. അത് SEM ആണ്, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് തന്നെയാണ് ഇന്ന് പറയാൻ പോകുന്നത്. പക്ഷേ ക്യാമ്പയിൻ മാറ്റുണ്ട്. ഇന്നത്തെ ക്യാമ്പയിൻ എന്താ നമ്മൾ പഠിക്കുന്നത്? സ്മാർട്ട് ക്യാമ്പയിനാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ സ്മാർട്ട് അതായത് ഇപ്പൊ നമുക്കൊരു സ്റ്റോറി, നമ്മുടെ ഒരു സ്റ്റോറിലേക്ക് ഇപ്പൊ കോൾസ് അതേപോലെ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആളുകളെ അവിടെ നിന്ന് റീഡയറക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് ആർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലുള്ള ഒരു ക്യാമ്പയിനാണ് ഇത് ഈ സ്മാർട്ട് ക്യാമ്പയിൻ എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ ഒരു ക്യാമ്പയിൻ ചെയ്തപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് കടന്നു വന്നത്. പല പല ഭാഗങ്ങളും എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്തു വരുന്ന സമയത്ത് നിങ്ങൾക്ക് എറർ അടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതിൽ അങ്ങനത്തെ ഒന്നും വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഇതുവഴി എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതിന്റെ പേര് പോലെ തന്നെ സ്മാർട്ടാണ്, അതുകൊണ്ട് തന്നെ അത്ര എന്താ പറയാ എഫേർട്ട് ഇല്ല. സ്മാർട്ട് ആയതുകൊണ്ട് സ്മാർട്ടായിട്ട് ആഡ് റൺ ചെയ്യും. അതെ, അതായത് നമുക്ക് ഇപ്പൊ പറഞ്ഞില്ലേ, അതായത് നമുക്ക് ലോക്കൽ സ്റ്റോർ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്കൊരു ക്ലോത്തിങ് ബ്രാൻഡ്, ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ, സ്വന്തമായിട്ട് നമുക്കൊരു ക്ലോത്തിങ് ഷോപ്പ് ഉണ്ട്. ആ ഷോപ്പിൽ നമുക്ക് ആഡ് റൺ ചെയ്യണം അതിനെ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ പറഞ്ഞ പോലെ സെർച്ച് അത് മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ സ്മാർട്ട് ചെയ്താൽ നമുക്ക് ഒന്നും കൂടി റിസൾട്ട് എന്ത് ചെയ്യും, കിട്ടും അല്ലേ. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ സ്മാർട്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, ഇത് നമ്മളെ ലോക്കൽ SEOനെ ഹെൽപ്പ് ചെയ്യും. അതായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ റാങ്കിങ്ങിന് ഉപകാരപ്പെടും. അതായത് ഇപ്പോ നമ്മൾ സെർച്ച് ചെയ്യും, അപ്പൊ മാപ്പിൽ നമ്മുടെ ബിസിനസ് ടോപ്പിലൊന്നല്ല, അല്ലെങ്കിൽ ആദ്യത്തെ 5ാം സ്ഥാനത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ക്യാമ്പയിൻസ് റൺ ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് പതുക്കെ എന്ത് ചെയ്യും, മുകളിലോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ക്യാമ്പയിൻ ആണ് ഇപ്പൊ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ട പോലെ തന്നെയാണ് വരിക. എല്ലാം സെറ്റ് ചെയ്യുന്നതൊക്കെ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മളെന്ത് ഗൂഗിൾ ആഡ്സ്, നമ്മളെടുത്ത് വെച്ച ഗൂഗിൾ ആഡ്സ് ആണിത്. ഗൂഗിൾ ആഡ്സിന്റെ ഡാഷ്ബോർഡ് ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, ഇവിടെ സൈഡിലായിട്ട് എന്തിട്ട് ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട്, അവിടെ ക്യാമ്പയിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ് സെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗോളി നമുക്കുണ്ട്. നമുക്ക് സെയിലാണ് വരണം എന്നുള്ള ഒരു ഗോളി നമുക്കുണ്ട്. അപ്പൊ ആ ഒരു ഗോളിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ക്യാമ്പയിൻ റൺ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിന് വരുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗോളും സെറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഒരു ക്യാമ്പയിന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇതിനത്രയും റിസ്ക് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സ്മാർട്ട് ക്യാമ്പയിൻ എന്ന് പറയാനുള്ള കാരണം എനിക്ക് തോന്നുന്നുണ്ട്. ഇതായത് ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഓരോ ഗോൾ ഉണ്ടല്ലോ, ഈ ഗോൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് നമ്മൾ ഇന്നലെ സെലക്ട് ചെയ്ത് സെയിൽസ് ആണ്. അതുപോലെ തന്നെ നാളെ ലീഡ് വെച്ചിട്ട് നമുക്ക് ഒരു ആഡ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. വെബ്സൈറ്റ് ട്രാഫിക് ആണ്. ഇനി ഇതൊന്നും ഗോളല്ല, പിന്നെ വിത്തൗട്ട് ഗോൾ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ഉണ്ട്, അങ്ങനെ സംഭവം ഉണ്ട്. അതായത് ഇവർക്ക് സെയിൽസിന് ഒരു സ്പെസിഫിക് റീസൺ ഇല്ല എന്നുള്ളത് അല്ലെ, ഒരു സ്പെസിഫിക് ഗോൾ ഇല്ല. നമുക്ക് എന്ത് ചെയ്യണം, ആഡ് റൺ ചെയ്യണം, നമ്മളത് ടോപ്പിലെത്തണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്ക് ആവശ്യമുണ്ട് ഒരു നല്ല ഡ്രസ്സ് എടുക്കണം, ഒരു കല്യാണം ഉണ്ട്, നല്ല ഡ്രസ്സ് എടുക്കണം. പക്ഷെ ലോക്കലി നിങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ബിസിനസ് റൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എനിക്ക് എത്തിക്കാനുള്ള ഒരു ഗോൾ എന്നുള്ളതല്ല നിങ്ങളത് കൺസെപ്റ്റ്. നിങ്ങൾക്ക് എന്ത് ഒരു ഗോൾ ഇല്ലാതെ അവരെന്ത് ചെയ്യും, റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സംഭവം എത്തും. ഇവിടെ അവർക്ക് ലീഡെന്നോ പിന്നെ അതുപോലെ സെയിൽസിനോ ഒന്നുമില്ല, ഇവർക്ക് രണ്ടും കിട്ടിയാലും കിട്ടും അല്ലേ. അതാണ് ഗോള്, വിത്തൗട്ട് ഗോൾ. അതെ, ഓക്കെ. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നേരെ ഇത് സെലക്ട് ചെയ്യാം. ലാസ്റ്റ് കാണുന്ന ഈ ക്രിയേറ്റ് ക്യാമ്പയിൻ വിത്തൗട്ട് ഗോൾ എന്നുള്ളത് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാൻ. ഇവിടെ ഏറ്റവും താഴത്തായിട്ട് നമുക്ക് സ്മാർട്ട് എന്നുണ്ടാവും. ഇതാണ് നമ്മുടെ സ്മാർട്ട് ക്യാമ്പയിൻ ചെയ്യുന്ന ഒരു വഴി എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്മാർട്ട് എന്നുള്ളവിടെ എന്ത് ചെയ്യാം, നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആഡ് റൺ ചെയ്യേണ്ടത് കണ്ട് അതേപോലെ ഒരു ഓപ്ഷൻ വരും. നമ്മൾ എന്ത് ചെയ്യാനോ ബിസിനസ് നെയിം എന്താണോ അത് എന്ത് ചെയ്യാം, കൊടുക്കാം. ബിസിനസ് നെയിം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് അടിച്ചെടുക്കാം. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് വെബ് ഉണ്ടെങ്കിൽ വെബ്, ഇത് വെബ് ലോക്കൽ SEO ചെയ്തിട്ടുള്ള ഒരു മെയിൽ ID ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ കൂടെ വരും, എന്ത് ലോക്കൽ പ്രൊഫൈൽ വരും. ക്രിയേറ്റ് ചെയ്ത മാപ്പിന്റെ ആ ഒരു ഇത് വരും, ഓട്ടോമാറ്റിക്. അതെ, അതും കൂടെ സെലക്ട് ചെയ്യാം. ഇപ്പൊ നമ്മളിവിടെ വെബ്സൈറ്റ് ആണ് കൊടുക്കുന്നത്.
അപ്പോൾ നമ്മളിവിടെ വെബ്സൈറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നുണ്ട്. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ ഇത് നമ്മളെ വെബിന്റെ പണി കഴിഞ്ഞിട്ടില്ല, നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിന്റെ ഹോസ്റ്റിംഗറിന്റെ ഇത് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും നിങ്ങൾ തന്നെ ചെയ്ത വെബ്സൈറ്റ് ഉണ്ടാവും, ഇത് നമ്മളെ വേർഡ് പ്രസ് ഉപയോഗിച്ച് ചെയ്ത വെബ്സൈറ്റ് ഉണ്ടാവും, ആ സൈറ്റിന്റെ ലിങ്ക് ഇട്ട് കൊടുക്കാട്ടോ, അതിട്ട് കൊടുത്താലും മതി. അപ്പൊ നമുക്ക് ഇപ്പൊ തൽക്കാലം നമ്മൾ ഇത് എന്തില്ല, വെസ്റ്റിൽ വെബ്സൈറ്റ് ഇല്ല. അപ്പൊ കൂടാതെ വരുന്നുണ്ട്, ഡെവലപ്മെന്റ് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ നല്ല രീതിയിൽ എന്ത് ചെയ്യും, നമ്മുടെ വെസ്ലിന്റെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെ, ആ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, കീപ് വാച്ചിങ്. അതെ, ഇവിടെ നമ്മള് മൊബൈലിൽ എങ്ങനെയാണ് കാണാന്നുള്ളതും അതേപോലെ തന്നെ ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് കാണാന്നുള്ളതും ഇതിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഉള്ളിൽ നമുക്ക് ചോദിക്കുന്നത് അഡ്വർടൈസ്മെന്റ് കോൾ, അതായത് കോള് വേണോ, അതേപോലെ തന്നെ വെബ്സൈറ്റ് വഴിയുള്ള ലീഡ്സ് സെയിൽസ് വേണോ എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട, മറ്റേതിൻ്റെ അത്ര എടുങ്ങാറ് പിടിച്ച പണിയല്ലത്, എളുപ്പത്തിൽ തന്നെ നമുക്ക് കൊടുക്കാം. ഇപ്പൊ നമ്മളിവിടെ കോള് കൊടുക്കുകയാണ്. കോള് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞാൽ ടൈറ്റില്, ഹെഡ്, അതായത് നമ്മൾ മെറ്റാ ടൈറ്റിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു മറ്റേതിൽ. അപ്പൊ അതേപോലെ ഹെഡർ 1, ഹെഡർ 2 എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, നമ്മൾ കൊടുക്കുക. ഈ ഹെഡ്ലൈൻ ഒക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക്, അത് ഓട്ടോമാറ്റിക് വന്നത് ഇതിപ്പോ വന്നിട്ടുള്ളത് കണ്ടോ, അത് ഹോസ്റ്റിംഗറുടെ ആണ്. ഹോസ്റ്റിംഗറുടെ ആണ്. അപ്പൊ നമ്മളിത് മാറ്റുക, നമുക്ക് എന്താണോ ഉള്ളത് അത് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ എന്താണ് നമ്മളെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുക്കാം. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിന്ന് കൊടുക്കാം. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിന്ന് കൊടുക്കാം. ഓക്കെ, ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്നും മാറ്റി 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 കൊടുക്കുക. അവിടെ താഴത്ത് വരുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഹെഡ്ലൈൻസിന്റെ എണ്ണം മാക്സിമം കൂട്ടാനായിട്ട് നോക്കുക. അതിനിവിടെ താഴത്ത് എന്തുണ്ട്, ആഡ് ഹെഡ്ലൈൻ ഉണ്ട്. അപ്പൊ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ വരും. മാക്സിമം ഇത് എങ്ങനെ കൊടുക്കണം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യണം, കീവേഡ് റിസർച്ച് ചെയ്തിട്ട് വേണം ഇത് കൊടുക്കാൻ. ഇത് നമ്മൾ തോന്നിയ പോലെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കുറയും. അപ്പൊ അത് കീവേഡ് റിസർച്ച് ചെയ്തിട്ട് വേണം ഇതിന്റെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനൊക്കെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, മാക്സിമം ഇങ്ങനെ ക്യാമ്പയിൻ ഒപ്റ്റിമൈസ് ചെയ്ത് എടുക്കാൻ നോക്കുക. ഇവിടെ താഴത്തെ നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കുക. മൊബൈൽ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഗോൾഡ് മൊബൈൽ നമ്പറാണ് നമ്മൾ കൊടുത്തത്, കോളാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഫോൺ നമ്പർ ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, മൊബൈൽ നമ്പർ അടിച്ചടിച്ചടിച്ച് കൊടുക്കാം. ഓക്കെ, ഇത് നമ്മൾ ഈ കോൾ ടു ആക്ഷൻ, അതെ അതെ, നമ്മളെ കൺസെപ്റ്റ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൾ ടു ആക്ഷൻ എന്നുള്ള ഒരു ബട്ടൺ. ആ സംഭവം അതേ കൺസെപ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടോ എന്താണ് കോൾ ടു ആക്ഷൻ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഉണ്ട്, രണ്ടാമത് പാർട്ട് 2. അതെ, അതിൽ ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഇതിനെ കുറിച്ച് മാത്രമല്ല, നമ്മൾ കണ്ടന്റ് ക്രിയേഷൻ എന്താണ്, അതിന്റെ സ്കോപ്പ് എന്താണ്, കണ്ടന്റ് ക്രിയേഷൻ എന്താണെന്നുള്ള പ്രോപ്പർ ആയിട്ടുള്ള വീഡിയോസ് ആണത്. അത് നിങ്ങളെ കാണാം. ഓക്കെ, അതെ. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വരും എന്ത്, കീവേഡ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഇവിടെ വരുന്ന കീവേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളെ വെബ്സൈറ്റിൽ കൂടുതലുള്ള കീവേഡ്സ് ആണ് വരിക. ഇത് ഇവിടെ ഫുള്ള് ഹോസ്റ്റിങ്ങിന്റെ വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ ആഡ് ഡൊമൈൻ മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളൂ, വെബിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ കാണിക്കുന്നത് എന്താണ്, ഹോസ്റ്റിങ്ങറുടെ കീവേഡ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നമ്മള് എന്ത് കീവേഡ് അടിച്ചാലാണ് വരേണ്ടത് എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റും. അതെ, അതാണ് കീവേഡ്. ഓക്കെ, ഇപ്പൊ ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നു. അതേപോലെ തന്നെ എന്താണ് നമ്മളെ ഗോള്, അതിനനുസരിച്ചിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റിംഗ് സർവീസ്, നമ്മളെ എന്താണോ നമ്മളെ ബിസിനസ്, അതുമായിട്ട് ബന്ധപ്പെട്ട കീവേഡ്സ് എന്ത് ചെയ്യുക, മാക്സിമം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളത് ഗൂഗിളിന്റെ തന്നെ പ്ലാനറിൽ പോയിട്ട് എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്തിട്ട് വേണം ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ. അത് മാക്സിമം ശ്രദ്ധിക്കണം കേട്ടോ, മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവായിട്ട് നമ്മളെ ബാധിക്കും, കറക്റ്റ് റിസൾട്ട് കിട്ടില്ല, ക്യാഷ് പോകും. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരെ താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെ എന്തുണ്ട്, നെക്സ്റ്റ് കൊടുക്കാണ്ട്. അതിന് മുന്നായിട്ട് ഇവിടെ മിനിമം ഒരു 7-ന്റെയും 10-ന്റെയും ഇടയിലുള്ള ഇത് കൊടുക്കാൻ നോക്കുക. അതെ, അപ്പൊ ആ ലിമിറ്റിനുള്ളിൽ തന്നെ എന്ത് ചെയ്യാ, കൊടുക്കുക. ഇത്ര മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ, നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലൊക്കേഷൻ വരും. ഇപ്പൊ
കൊച്ചിയിൽ നിന്നുള്ള ലൊക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ കൊച്ചിൻ്റെ എത്ര കിലോമീറ്റർ ചുറ്റളവ് എന്നുള്ളത് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. അപ്പൊ അത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്യും, അതെ. മൊത്തം. പിന്നെ അതേപോലെ അവിടെ പിൻകോഡ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും. അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പിൻകോഡ് ആണെങ്കിൽ പിൻകോഡ് വെച്ച് മാത്രം എന്ത് ചെയ്യുക, ടാർഗറ്റ് ചെയ്തിട്ട് കാണിക്കാൻ നോക്കാം. മതി. ഇപ്പൊ നമുക്ക് തൽക്കാലം നമ്മളിവിടെ കൊച്ചിയിൽ നിന്നുള്ള കുറച്ച് 53 കിലോമീറ്റർ, ഒരു 63 കിലോമീറ്റർ ഫുൾ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ആലപ്പുഴയും തൃശ്ശൂരിന്റെ പകുതി ഒക്കെ വരുന്ന രീതിയിലുള്ള കൊടുക്കാം. ഓക്കെ, നിങ്ങള് ആവശ്യം എന്താണോ ആദ്യം മനസ്സിലാക്കണം കേട്ടോ. വെറുതെ നമ്മൾ ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ല, അവിടെ റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്താണ് ഉദ്ദേശം എന്നുള്ളത് ഉറപ്പിക്കണം മനസ്സിൽ, ഇത് ചെയ്യാൻ നേരത്തെ, അല്ലെങ്കിൽ ലോസ് ആണ്. അത് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഓരോ മീൻസ് ജില്ലയിലും ഓരോ കൺസെപ്റ്റ് ആണ്. ഇപ്പോൾ ചിലപ്പോൾ നമുക്കിപ്പോൾ കണ്ണൂർ പോയാൽ കൂടുതൽ എന്താണ്ടാവുക, ഫുഡ്. പിന്നെ അതുപോലെ കോഴിക്കോടും എന്താണ് ഫുഡ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമുക്ക് അപ്പം അങ്ങനെ, അതായത് ഓരോ ജില്ല മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആഡ് റൺ ചെയ്യണം. ആൾക്കാരെ നമ്മൾ ആദ്യം മനസ്സിലാക്കും. ഓഡിയൻസ് നമ്മൾ എന്ത് ചെയ്യണം, പിടിക്കണം. ഓഡിയൻസ് പിടിക്കണം എന്നുണ്ടെങ്കിൽ ഓഡിയൻസിന് മൈൻഡ് സെറ്റ് എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് ഓഡിയൻസ്ക്ക് എന്താണോ വേണ്ടത് അതാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഇപ്പോൾ ആഡ് റൺ ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലായിടത്തും പോയിട്ടോ, ഒന്ന് കൊച്ചിയിൽ, ഒന്ന് കാലിക്കറ്റ്, ഒന്ന് തിരുവനന്തപുരത്തും, ഇങ്ങനെയൊക്കെ ആഡ് ചെയ്ത് അവിടെ നിന്നൊക്കെ ലീഡ് കിട്ടും എന്നല്ല. അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇപ്പോൾ കിട്ടുള്ളൂ. അതെ, നമ്മളിപ്പോൾ ഒരു സാധനം പഠിക്കണ പോലെ ആയിരിക്കൂല നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ. അത് എക്സ്പീരിയൻസ് നമ്മൾ ഒരുപാട് സാധനങ്ങൾ പഠിക്കാണ്ട്. അപ്പം ഇങ്ങനത്തെ സംഭവം നിങ്ങൾ മാക്സിമം ചെയ്ത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നല്ല ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുക. അങ്ങനെ നമ്മുടെ ഉള്ളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കണം. മാക്സിമം എന്ത് ചെയ്യുക, റിസർച്ച് ചെയ്യുക, നല്ലോണം എന്ത് ചെയ്യുക, പരസ്യം കാണുക, റീൽസ് കാണുക, ഷോർട്സ് കാണുക, ഫോണുമ്പോൾ കളിച്ചോ. എന്നാൽ മാത്രമേ ഇതിനെക്കുറിച്ച് നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡ് മനസ്സിലാവുള്ളൂ. ഓക്കെ, യൂട്യൂബിൽ ഷോർട്സ് വരും ഒരുപാട്. അപ്പൊ അന്നത്തെ ട്രെൻഡ് മനസ്സിലാക്കുക, ആ ഒരു മാസം ഇതിന്റെ ട്രെൻഡ് മനസ്സിലാക്കുക, ട്രെൻഡ് മാറുന്നത് മനസ്സിലാക്കുക, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ആഡ് റൺ ചെയ്യുമ്പോൾ പോലും കറക്റ്റ് ഓഡിയൻസിനെ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊരു ഐഡിയ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു സാധനം വരാണ്ട് അത് വരുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് എന്തുണ്ട്, ബഡ്ജറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും. ഒന്ന്, ഇത് നമ്മളെ ഗൂഗിൾ തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ബഡ്ജറ്റാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യണം, ഇവരുടെ പോക്കറ്റ് നിറയ്ക്കാനുള്ള വകുപ്പും കൂടെ നോക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മെയിൻ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെ എന്താണ് നിങ്ങളെ ഗോള്, അതിന് പറ്റിയൊരു എമൗണ്ട്, നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് എന്ത് ചെയ്യുക, ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് കുറയുന്ന സമയത്ത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, കാണിക്കും. അതായത് ഇത് കുറവാണ്, അതായത് മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ബഡ്ജറ്റ് കുറവാണെന്ന് ഇവിടെ കാണിക്കും. കാരണം നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനേക്കാളും ഫണ്ട് ഇറക്കിയിട്ട് മാർക്കറ്റിൽ കളിക്കുന്നുണ്ട്. അപ്പൊ അതിവിടെ നമുക്ക് കാണിക്കുക. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഒരു ചെറിയ എമൗണ്ട് എന്ത് ചെയ്യുക, കൂട്ടിയിടുക. അത് എത്രയാണോ അത് നിങ്ങളെ ഇതിനനുസരിച്ചിട്ട് കൂട്ടിയിടുക. ഈ എമൗണ്ടിൽ നിങ്ങൾക്ക് ആഡ് റൺ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ പറയുന്നുണ്ട്, എന്താ പറയുക, കോമ്പറ്റീറ്റേഴ്സ് ഇതിനേക്കാളും എമൗണ്ട് റൺ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുക ആ രീതിക്ക് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത ആഡിന്റെ ഒരു പ്രിവ്യൂ ഇവിടെ നമുക്ക് കിട്ടും. ഇത് ഈ ഒരു രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ആഡ് വരിക. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു പ്രിവ്യൂ. ഇവിടെ നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, താഴത്ത് കോൾ ബട്ടൺ വരുന്നുണ്ട്. കോൾ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് കോൾ ബട്ടൺ വരും, കോൾ ചെയ്യാം. അതെ, ഓക്കെ. ഈ ഒരു രീതിയിലാണ് ഈ ഒരു ക്യാമ്പയിൻ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുക. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ക്യാമ്പയിനാണ്. മെയിനായിട്ട് ഇത് യൂസ് ചെയ്യേണ്ടത് ലോക്കൽ SEOക്ക് വേണ്ടിയിട്ടാണ്. അതെ, ഓക്കെ. പിന്നെ നമ്മൾ ആഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ അതിന്റെ പെർഫോമൻസ് മനസ്സിലാക്കണം. അതിന് വേണ്ട എഡിറ്റുകൾ എന്താണോ നമ്മൾ ഇപ്പം നമ്മൾ ഒരു വട്ടം ക്രിയേറ്റ് ചെയ്തതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടതെന്നൊക്കെ നമ്മൾ സ്വയം അതിന്റെ റിപ്പോർട്ട് നോക്കി എന്ത് ചെയ്യണം, ചെയ്തുകൊണ്ടിരിക്കണം. ഈ മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടൂ. ഒരിക്കലും പല ആളുകൾക്ക് ഒരു മിസ്റ്റേക്ക് പറ്റുന്നുണ്ട്. ഒരു ദിവസം ആഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ലീഡ് കിട്ടും എന്നുള്ളത്, അത് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ഇത് ആളുകളെ കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നല്ലൊരു ക്വാളിറ്റി ഉള്ള ലീഡ് നമുക്ക് കിട്ടുക. ഓക്കെ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ഫ്രീലാൻസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലയന്റിന് പറഞ്ഞു കൊടുക്കുകയും വേണം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ടാഗ് മാനേജർ ആഡ് ചെയ്യാനുള്ളതാണ് കാണിക്കുന്നത്.
അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ. ഇതെന്താ വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മളെ ഗൂഗിളാണ് അക്കൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് കാണിക്കുന്നത്. ജസ്റ്റ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ട് ആണിത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇത് എന്താ ഉദ്ദേശിച്ച ഈ പറഞ്ഞ ടാഗ്? ഇത് വേറെ ഗൂഗിളിന്റെ ഒരു പ്ലാറ്റ്ഫോം ആണ്, ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ടാഗ് മാനേജറിനെ കുറിച്ചിട്ട്. അപ്പൊ അത് നമ്മൾ പഠിപ്പിച്ചു തരാം. ഓക്കെ, ഈ ഒരു രീതിക്കാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ക്യാമ്പയിൻസ് എന്ത് ചെയ്യേണ്ടത്, റൺ ചെയ്യേണ്ടത്. ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ നമ്മളിപ്പോ തുടങ്ങിയ ക്യാമ്പയിൻ്റെ കാണാൻ പറ്റും, കണ്ടോ? ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയിൽ നിന്ന് ഇപ്പൊ നമ്മൾ തുടങ്ങിയ ക്യാമ്പയിൻ ആണ്. ഇതിവിടെ ഇൻആക്റ്റീവ് ആണ്, ആക്റ്റീവ് ആയിട്ടില്ല. അപ്പോൾ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആഡ് റൺ ചെയ്യാൻ എത്ര ദിവസം എടുക്കും? ഒരു വർക്കിംഗ് ഡേ എടുക്കും മിനിമം. ഈ ഒരു സ്മാർട്ട് ക്യാമ്പയിൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എടുക്കും. ഓക്കെ, ഇത് ഈ ഒരു രീതിക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് റൺ ചെയ്യേണ്ടത് കേട്ടോ, സ്മാർട്ട് ക്യാമ്പയിൻ ചെയ്യേണ്ടത്. ഇപ്പൊ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് നമ്മളെ ഇതിലേക്ക്, നമ്മുടെ ടെലിഗ്രാമിലേക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ടെലിഗ്രാമിൽ എന്ത് ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ചോദിക്കാം. ടെലിഗ്രാമിൽ എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്ത് തരും. കാരണം എന്താ വെച്ചാൽ ഇത്രയും ക്യാമ്പയിൻ നമുക്ക് ഒരു വീഡിയോയിൽ കവർ ചെയ്യാന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ ക്യാമ്പയിനും ഈ പറഞ്ഞ പോലെ അതിൻ്റെതായ രീതിയിൽ എന്ത് ചെയ്യുന്ന മാറ്റങ്ങളുണ്ട്. പക്ഷെ കൺസെപ്റ്റൊക്കെ ഒന്ന് തന്നെയാണ്. എന്ത് ചെയ്യുക, ഇത് ആഡ് ചെയ്ത് ഇങ്ങനെ പോവാതെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ 2 ക്യാമ്പയിൻ തന്നെ നമുക്ക് റൺ ചെയ്താൽ കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചതില്ലേ, ആ കാണിച്ചത് നിങ്ങൾ ഫോളോ ചെയ്താൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ള ക്യാമ്പയിനും ചെറിയൊരു ഹാർഡ് ഉണ്ടാവും. അത് ചെയ്ത് എന്ത് ചെയ്യും, പഠിക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? അതെ. ഓക്കെ, ഇനി എന്താ, ഇനിയിപ്പോൾ ഓക്കെയാണ്. ഇതൊക്കെ ഇത്ര കാര്യങ്ങൾ. ബാക്കിയുള്ള ക്യാമ്പയിൻസിനെ കുറിച്ച് നമ്മൾ അടുത്ത വീഡിയോസിൽ ചെയ്യുന്നതായിരിക്കും. അടുത്ത ഒരു ക്യാമ്പയിൻ ഒരു വീഡിയോ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, 2 ക്യാമ്പയിൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും. അടുത്ത വീഡിയോ ക്യാമ്പയിനും പിന്നെ അതേപോലെ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ആളുകളെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കാം എന്നുള്ള ഒരു സാധനമാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത വീഡിയോസിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മളിപ്പോൾ നിർത്താൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാം. കീപ് വാച്ചിങ്.